പോലെയല്ല. UDF തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം സജീവമാകുമ്പോൾ കെ സുധാകരനെ പോലുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം ഏറെ ആഹ്ലാദമുണ്ടാക്കുന്നതാണ്. ഇടതുപക്ഷമാണെങ്കിൽ സ്ഥാനാർത്ഥികളെപ്പോലും പ്രഖ്യാപിക്കാൻ സാധിക്കാതെ ഏറ്റവും ഒടുവിലാണ് 3-4 സ്ഥാനാർത്ഥികളെ എവിടുന്നോ കൊണ്ടുവന്ന് ആ മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ചത്. ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് UDF സ്ഥാനാർത്ഥികളെ. എവിടെ പോയാലും ആളുകൾ തടിച്ചുകൂടുന്നു. അതാണ് ഇന്നത്തെ സ്ഥിതി. സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന ഈ ജന ആവേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ വിരുദ്ധ തരംഗം തന്നെയാണ്. ഈ ഭരണത്തോടുള്ള ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുകയാണ്. അത് വോട്ടായി മാറുകയും ഒരു ജനക്ഷേമ സർക്കാർ UDF രൂപീകരിക്കുകയും ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സർക്കാരായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതിനായി നമുക്കൊരുമിച്ച് പ്രയത്നിക്കാം.